എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഡു ഡസ് അതേപോലെ തന്നെ ഈസ് ആം ആർ ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും. സോ ഈ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പം അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അവൻ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കണം. ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വെൻ ഡസ് ഹി ഗോ ടു സ്കൂൾ എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ നോക്കിയേ. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. സോ ഏതൊരു ചോദ്യം ചോദിക്കുമ്പോഴും ആദ്യം പറയേണ്ടത് ക്വസ്റ്റ്യൻ വേർഡാണ്. പിന്നെന്താണ് പറഞ്ഞത്? ഡസ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരും, അത് കഴിഞ്ഞ് ഓക്സിലറി വേർബ് വരണം. ഓക്കെ. പിന്നെന്താണ് ചോദിച്ചത്? ഹി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ് അല്ലേ, പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. സോ മൂന്നാമത് വരേണ്ടത് സബ്ജക്റ്റാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഗോ ടു സ്കൂൾ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. അത് വേർബാണ്, മെയിൻ വേർബാണ്. പിന്നെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക, ഈ മെയിൻ വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കും, അതായത് V1 ഫോം. ഓക്കെ. അപ്പോൾ ഏതൊരു ചോദ്യം ചോദിക്കുമ്പോഴും അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ്. പിന്നെ ആ സെൻറ്റൻസിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ്, അതായത് ഒബ്ജക്റ്റ് എന്ന് പറയും, അത് ഏറ്റവും അവസാനമാണ് കൊടുക്കേണ്ടത്. സോ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് ഡു ഡസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സംശയവും കൂടാതെ ഡൂവും ഡസും യൂസ് ചെയ്യാം. ഇനി ഡു എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ, ഐ യു വി ദേ ആണെങ്കിൽ അവിടെ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിനക്ക് എൻ്റെ പേരറിയാമോ എന്ന് ചോദിക്കണം. ഇവിടെ അറിയാമോ എന്ന് ചോദിച്ചില്ലേ? അറിയുക എന്നുള്ളതൊരു വേർബാണ് അല്ലേ. അതുകൊണ്ട് സംശയം കൂടാതെ തന്നെ ഡു ഡസോ ഇതിലേതെങ്കിലും ഒരെണ്ണമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഡു വരുമോ ഡസ് വരുമോ എന്നങ്ങനെ അറിയാം? നിനക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നിനക്ക് എന്ന് പറയാൻ യു എന്നാണ്. നമുക്കറിയാം യുവിൻ്റെ കൂടെ എപ്പോഴും ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇതെങ്ങനെ വരും? സോ ഈ ഒരു സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പം എപ്പോഴും ഓർക്കുക, ആ ഓർഡറിൽ ഇപ്പോൾ ഏതെങ്കിലും ഇല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ആ ഓർഡർ സെയിം തന്നെയായിരിക്കും. സോ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, അടുത്തത് എന്താണ് വരേണ്ടത്? ഓക്സിലറി വെർബ്. ഇവിടെ നമുക്ക് ഡു ആണ് വരേണ്ടത് എന്നറിയാം. പിന്നെന്താണ്? സബ്ജക്റ്റ്. അത് നിനക്ക് എന്ന് പറയേണ്ടത് കൊണ്ട് യു, ഡു യു. പിന്നെന്താണ്? മെയിൻ വേർബ്. ഇവിടെ അറിയാമോ എന്നല്ലേ, അറിയുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? നോ. അപ്പോൾ ഡു യു നോ എന്ന് വരും. പിന്നെ എൻ്റെ പേര്, അത് ഒബ്ജക്റ്റാണ്, അത് ഏറ്റവും അവസാനമാണ് വരേണ്ടത്. സോ മൈ നെയിം, ഡു യു നോ മൈ നെയിം, നിനക്ക് എൻ്റെ പേര് അറിയാമോ. ഇനി അടുത്തത് അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. ഇവിടെ നോക്കിയേ, ഇഷ്ടമാണോ, ഇഷ്ടം എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. ഈ സെൻറ്റൻസിൽ ഒരു മെയിൻ വേർബ് ഉണ്ട് അല്ലേ, ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡു ഓർ ഡസോ ആണ്. ഇവിടെ അവൾക്ക് എന്നാണ് ചോദിച്ചത്. ഷീ വന്നാൽ ഡസ് ആണ് വരേണ്ടത്. സോ ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ള മീനിങ് ആണ്. അവർക്ക് വഴി അറിയാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അറിയുക എന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മെയിൻ വേർബ് ഉള്ളത് കൊണ്ട് തന്നെ ഡു ഓർ ഡസോ ആണ് യൂസ് ചെയ്യേണ്ടത്. അവർക്ക് എന്നാ ചോദിച്ചത്. ദയുടെ കൂടെ പ്ലൂറൽ ആയതുകൊണ്ട് ഡു വരും. ഡു ദേ നോ ദ വേ, അതായത് അവർക്ക് വഴി അറിയാമോ എന്നാണ് മീനിങ്. ഇനി അടുത്തത് നിനക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡാണ്, അതിന് വാട്ട് എന്നാണ് ചോദിക്കേണ്ടത്. സോ വാട്ട്, ഇവിടെ മെയിൻ വേർബ് ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിലറി വേർബ് ഡു വരും അല്ലേ. അപ്പോൾ വാട്ട് ഡു, നിനക്ക് എന്ന് പറയാൻ യു, വേണ്ടത് എന്ന് ചോദിക്കാൻ വോണ്ട്. വാട്ട് ഡു യു വോണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. ഇനി അടുത്തത് അവൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുക എന്ന് പറയാൻ ഗെറ്റപ്പ്. ഇവിടെയും എഴുന്നേൽക്കുക എന്നുള്ളത് മെയിൻ വേർബാണ്, അതുകൊണ്ട് ഡു ആണ് വരുന്നത്. എപ്പോൾ എന്ന് ചോദിക്കാൻ
വെൻ ഡസ് ഷീ ഗെറ്റ് അപ്പ്, വെൻ ഡസ് ഷീ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അവൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ ഒരു പ്രവൃത്തി ഉണ്ടോ അവിടെ നമ്മൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡൂവും ഡസും ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പം കണ്ടു വേർബ് ബേസ് ഫോമിലാണെങ്കിൽ ഓക്സിലറി വെർബ് ഡൂവും ഡസും ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ വേർബിൻ്റെ കൂടെ ING ചേർത്ത് പറയത്തില്ലേ? അതായത് ഇപ്പം നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. അപ്പം നമുക്കിതറിയാം ഒരു തുടർച്ചയായ ഒരു പ്രവൃത്തിയാണ്, അതിനെന്താണ് വേർബിൻ്റെ കൂടെ ING ചേർക്കണമെന്നും അറിയാം. സോ അവിടെ നമ്മൾ ഡൂവും ഡസും അല്ല ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്, ആമോ ഈസോ ആറോ ആണ്. അതായത് സബ്ജക്റ്റിനനുസരിച്ച് നമുക്കറിയാം സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ്, അതായത് ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഈസ് വരും, യു വി ദേ ആണെങ്കിൽ ആറ് വരും, ഐ ആണെങ്കിൽ ആം വരും എന്ന് നമുക്കറിയാം. പിന്നെ തുടർച്ചയായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ വേർബിൻ്റെ കൂടെ ING ചേർത്താണ് പറയേണ്ടത്. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കണം. അതായത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സോ വേർബിൻ്റെ കൂടെ സബ്ജക്റ്റിനനുസരിച്ച് ING ചേർത്താണ് പറയേണ്ടത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, എന്താണ്, അതിന് വാട്ട് ആണെന്ന് അറിയാം. പിന്നെ ഇത് തുടർച്ചയായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അവിടെ ഓക്സിലറി വേർബ് സബ്ജക്റ്റിനനുസരിച്ചാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? നീ എന്ന് പറയാൻ യു. സോ യുവിൻ്റെ കൂടെ ആറ് വരും. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ്, അവൾ ഒരു ഡോക്ടർ ആണോ എന്ന് ചോദിക്കണം. ഇവിടെ അവൾ ഒരു ഡോക്ടർ ആണോ, ഇവിടെ പ്രത്യേകിച്ച് ക്രിയയൊന്നുമില്ല, പ്രവൃത്തിയില്ല അല്ലേ. ഇവിടെ ആണ് എന്നുള്ളതൊരു സ്ഥിതിയാണ്, അതൊരു മെയിൻ വേർബ് അല്ല. അതുകൊണ്ട് തന്നെ ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? അവൾ എന്ന് പറയാൻ ഷീ. അപ്പോൾ ഷീ സിംഗുലർ ആയതുകൊണ്ട് ഈസ് വരണം എന്നറിയാം. അപ്പോൾ ആദ്യം ഓക്സിലറി വേർബ് ഈസ്, പിന്നെ സബ്ജക്റ്റ് ഷീ. ഒരു ഡോക്ടറാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എ ഡോക്ടർ, ഈസ് ഷീ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ഡോക്ടറാണോ എന്നാണ് മീനിങ്. സോ ഇവിടെ ഡോക്ടർ എന്നുള്ളതൊരു നൗണാണ്. അപ്പം നൗൺ വരുമ്പോൾ എപ്പോഴും നമ്മൾ ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമ്മുടെ സെൻറ്റൻസിലൊരു നാമവിശേഷണം, അതായത് അഡ്ജക്റ്റീവ് വരുവാണെങ്കിലും അവിടെയും നമ്മൾ ആം ഈസ് ആർ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നീ ക്ഷീണിതനാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്ഷീണിതൻ എന്ന് പറയാൻ ടയേർഡ് എന്നാണ് പറയുന്നത് എന്നറിയാം. സോ നീ ക്ഷീണിതനാണോ എന്നെങ്ങനെ ചോദിക്കും? ഇവിടെയും പ്രവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ആം ഈസ് ആർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നീ എന്ന് പറയാൻ യുവിൻ്റെ കൂടെ എപ്പോഴും ഏത് ഓക്സിലറി വെർബാണ് വരുന്നത്? ആർ. അപ്പോൾ ആർ യു, ക്ഷീണിതൻ എന്ന് പറയാൻ ടയേർഡ്, ആർ യു ടയേർഡ് എന്ന് പറഞ്ഞാൽ നീ ക്ഷീണിതനാണോ എന്നാണ് മീനിങ്. ഇവിടെ ടയേർഡ് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. ഇനി നമ്മുടെ സെൻറ്റൻസിൽ പ്രപ്പസിഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എവിടെ നിന്നാണ്, ഇവിടെ നിന്ന് എന്നുള്ളത് ഒരു പ്രപ്പസിഷനാണ്, ഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രപ്പസിഷൻ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഈസ് ആം ആർ ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. വെയർ ആർ യു ഫ്രം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഫ്രം എന്നുള്ളത് പ്രപ്പസിഷനാണ്. സോ വെയർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ അഡ്വേർബ്സ് വരുവാന്ന് വെച്ചു, അതായത് അവൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കണം. അവൾ എന്നായതുകൊണ്ട് ഷീ ആണെന്നറിയാം. ഷീ വന്നാൽ ഏത് ഓക്സിലറി വെർബാണ് വരുന്നത്? ഈസ് വരും. സോ എങ്ങനെ വരും? ഈസ് ഷീ ഹിയർ. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് മീനിങ്, അതൊരു അഡ്വേർബാണ്. സോ ഈസ് ഷീ ഹിയർ എന്ന് ചോദിച്ചാൽ അവൾ ഇവിടെ ഉണ്ടോ എന്നാണ്. അവിടെയും നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പം നമ്മൾ കണ്ട സെൻറ്റൻസസിലെല്ലാം തന്നെ ഒരു മെയിൻ വേർബ് ഇല്ല അല്ലേ, ഒരു പ്രവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. നിങ്ങളത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ്